ഫ്രണ്ട്സ് കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം ഞാൻ കടലയാണ് ഉപ്പേരിക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വാരി കുക്കറിലിട്ടു. പിന്നെ ചാറ് കറിക്ക് പരിപ്പായിരുന്നു, അപ്പോൾ പരിപ്പും കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ തലേദിവസം പാല് വാങ്ങാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കട്ടൻ ചായയാണ് വെച്ചത്. മണിക്കുട്ടന് ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കൊടുത്തിട്ട് അവന് ട്യൂഷന് വിട്ടു. എന്നിട്ട് ഞാൻ ചോറ് തെർമൽ കുക്കറിന് എടുത്തിട്ട് ഇറക്കിയിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ചോറൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ വേഗം ഞാനത് വാർത്ത് വെച്ചു. വാർത്ത് വെച്ചതിന് ശേഷം ഇനി എനിക്ക് കടല മുളകിടണം. അപ്പോൾ അങ്ങനെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോഴേ കടലയൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ നന്നാക്കിയിട്ട് അതൊക്കെ ചതച്ചെടുത്തതിന് ശേഷം അതിൽ ഒരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഞാൻ ഉപ്പേരി കാച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ പരിപ്പിൽ കുമ്പളങ്ങി ഉണ്ട്, പിന്നെ ഇരുമ്പാമ്പുളി ഉണ്ട്, അതിട്ടിട്ട് പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഉള്ളിയും മുളകൊക്കെ മൂത്ത് വന്നപ്പോൾ അതിൽ കടലിട്ട് കൊടുത്തു. എന്നിട്ട് ഞാനൊരു നാളികേരമൊക്കെ ഉടച്ചെടുത്തു. പരിപ്പിൽ നാളികേരം ചേർക്കണില്ല, പക്ഷേ ഉപ്പേരിയിൽ കുറച്ച് ചിരകിടാന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടലുപ്പേരിയിൽ നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വേഗം ഞാൻ നാളികേരമൊക്കെ ഉടച്ചെടുത്തിട്ട് അതൊക്കെ അതിൽ നിന്ന് ഒരു മുറി ചിരകി എടുത്തതിന് ശേഷം ഞാൻ എന്താ പറയുക മുളകിട്ട കടലയിലേക്ക് അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ കടലുപ്പേരിയും ആയി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് തലേദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചപ്പാത്തിയും കുറുമക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അതുണ്ട്. അപ്പോൾ മണിക്കൂട്ട് അത് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വാവച്ചിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ വിജയശേട്ടൻ ചോറുണ്ടോളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുമ്പളങ്ങയാണെന്ന്. അപ്പോൾ ഇത് വീടിൻ്റെ അടുത്തുള്ള ചേച്ചി തന്ന കുമ്പളങ്ങയാണ്. ഒരു വലിയ കുമ്പളങ്ങ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ അംഗൻവാടിയുടെ അവിടെ നിന്നും എനിക്കൊരു ചേച്ചി തന്നതായിരുന്നു ഈ ഇരുമ്പാമ്പുളി. അപ്പം അങ്ങനെ ഇരുമ്പാമ്പുളിയും കുമ്പളങ്ങയും പരിപ്പും കൂടിയിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം കുമ്പളങ്ങയൊക്കെ നുറുക്കിയെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അമ്മ വിളിച്ചു കാലത്ത് തന്നെ, എന്താണെന്ന് വെച്ചാൽ വാവച്ചിയുടെ ഇതൊക്കെ ചോദിച്ചറിയാനായിട്ട്. പക്ഷേ കാലും ആൾക്ക് നല്ല വേദനയുണ്ട്, ചെരുപ്പിടാനൊന്നും പറ്റണില്ല. പിന്നെ വൈകുന്നേരം ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും കൂടി സ്കൂളിൽ വിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച തൊട്ടപ്പോഴേക്കും ഉഷാറായിട്ട് സ്കൂളിലേക്ക് വിടാമല്ലോ. അപ്പോൾ അങ്ങനെ അമ്മോട് ഞാൻ കുഴപ്പമില്ല അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയായിരുന്നു അവിടെ തന്നെ ഇരുത്തണ്ട, നീ വരുമ്പോൾ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മോട് പറയായിരുന്നു ഞാൻ വരുമ്പോൾ അമ്മയ്ക്കപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങയൊക്കെ കൊണ്ട് തരാമെന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മോടൊക്കെ സംസാരിച്ചിട്ടാണ് ഈ കഷ്ണമൊക്കെ നുറുക്കിയെടുക്കണത്. അപ്പം അങ്ങനെ കുമ്പളങ്ങയൊക്കെ നുറുക്കിയിട്ട് ഞാൻ വേഗം അതൊക്കെ കഴുകി വാരി ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഇനി എനിക്ക് ഇരുമ്പാമ്പുളി അരിഞ്ഞെടുക്കണം. പക്ഷെ ഇത്ര ഇരുമ്പാമ്പുളി ഉള്ളോ, ഇതൊന്ന് കുറച്ച് ഞാൻ പരിപ്പിലേക്ക് എടുത്തു. ബാക്കിയുള്ളത് ഞാൻ അച്ചാറുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കുറച്ചും കൂടിയും കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് അച്ചാറുണ്ടാക്കി വെച്ച ചോറിലേക്ക് വിജയശേട്ടനോ എനിക്കൊക്കെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാമല്ലോ. പിന്നെ അച്ചാറുണ്ടാക്കിയാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒളിപ്പിച്ചൊക്കെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ വാവച്ച് അത് മുഴുവൻ കഴിച്ച് തീർക്കും. അത് കാരണം എനിക്ക് പേടിയുണ്ട്. പിന്നെ ഞാൻ വേഗം പരിപ്പൊക്കെ വേഗം ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പരിപ്പൊക്കെ വേവിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ഇരുമ്പാമ്പുളിയും അരിഞ്ഞെടുത്തു. അപ്പം അങ്ങനെ ഇരുമ്പാമ്പുളി അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി എനിക്ക് എല്ലാവർക്കും ചോറൊക്കെ ആക്കണം. എല്ലാവർക്കും എന്ന് വെച്ചാൽ വാവച്ചിക്ക് വേണ്ട, മണിക്കൂട്ടിന് എനിക്കും വിജയശേട്ടനും ചോറാക്കണം. പിന്നെ പാത്രങ്ങൾ അത്യാവശ്യം കഴുകാനുണ്ട്, അതൊക്കെ കഴുകിയെടുക്കണം. പിന്നെ ഇന്ന് കുളിയും കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല തണുപ്പും കാര്യങ്ങളായ കാരണം എണീറ്റ് പക്ഷെ ഞാൻ കുളിക്കണില്ല. ജോലിക്ക് പോണേക്കാളും മുമ്പ് തന്നെ കുളിച്ചിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേഗം ഞാൻ കുമ്പളങ്ങയും പിന്നെ ഇരുമ്പാമ്പുളിയും വേവിക്കാനായിട്ട് വെച്ചു. ഒരടുപ്പത്ത് പരിപ്പും വെച്ചിട്ട് ബാക്കി കുറച്ച് കുമ്പളങ്ങ നുറുക്കിയതുണ്ടായിരുന്നു, അത് ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് തിണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തുടച്ചിട്ടതിന് ശേഷം ഇനി ഞാൻ വേഗം തലേദിവസം ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു. അത് കാരണം വൈകുന്നേരത്ത് ആരും ചോറുണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചോറ് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു. അതാണ് പിന്നെ ഇന്ന് കാലത്ത് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ ചോറുണ്ണാലോ. പിന്നെ ഞാൻ ഇന്നലെ തിളപ്പിച്ചിറക്കി വെച്ച ചോറ് കൊണ്ടുപോകാനും ആക്കാം, അല്ലെങ്കിൽ ഈ ചോറിന് തിളപ്പിച്ചൂറ്റി ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വല്ല കേടുവരെ എന്തെങ്കിലും ആയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ പരിപ്പും പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഞാനത് കടുക് വറുക്കുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ നാളികേരമൊന്നും ചേർത്തില്ല. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്കധികം കൂട്ടാൻ വേണ്ട. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂട്ടാൻ തന്നെ വേണ്ട. കുറേ ആയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്ത് ബാക്കി വന്ന കളയാനൊക്കെ നിൽക്കും. അത് കാരണം ഞാൻ അത്രയ്ക്കധികം ഒന്നും വെച്ചില്ല. ഇത്രയും കറി തന്നെ വെച്ചപ്പോൾ അധികമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കറിയുടെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ചാറുകറി കൊണ്ടുപോകില്ല. ആവശ്യത്തിന് വേണ്ട. പക്ഷെ മണിക്കുട്ടനായാലും ചാറുകറിയൊന്നും കൊണ്ടുപോകില്ല. അവൻ മുളക് വറുത്തതും പപ്പടം വറുത്തതും പിന്നെ കടലുപ്പേരി മാത്രമാണ് കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരാണ് ചാറുകറി കൊണ്ടുപോവുക. പിന്നെ ഞാൻ വിചാരിച്ചു വൈകിട്ടത്തേക്ക് അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ, വല്ല ഉണക്കമീനെ എന്തെങ്കിലും വാങ്ങിച്ച് വറുത്താൽ മതി എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ കടുകും പിന്നെ വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടു. അപ്പോൾ അങ്ങനെ പരിപ്പ് കറി ആയി വന്നിട്ടുണ്ട്. അങ്ങനെ കടലുപ്പേരിയും പരിപ്പ് കറിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ചോറും വെന്തത് വാർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം മുളക് വറുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം മുളക് നാളെ ഒരു പാക്കറ്റ് മുളക് വാങ്ങിച്ചിട്ടേ 2 പ്രാവശ്യം അത്രേ വറുത്തു. പിന്നെ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ അടച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പരിപ്പ് കറിയിലേക്ക് ഒന്നുമില്ലാണ്ട് എങ്ങനെയാണെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ മുളക് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ വറുത്തെടുത്തു. നല്ല മുളക് തന്നെയായിരുന്നു, നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണ പോലത്തെ മുളക് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ മുളക് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ പപ്പടം ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ പപ്പടമല്ലേ, കോയിൻ പപ്പടം, അതും എടുത്തിട്ട് വേഗം
ഞാൻ വറുത്തെടുത്തു. അപ്പോൾ വാവച്ചിക്ക് കഞ്ഞിയും പിന്നെ കടലക്കറിയും കടലുപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ മെയിനായിട്ട് പപ്പടം വറുത്തത്. അല്ലെങ്കിൽ പിന്നെ വറക്കില്ല, എന്താണെന്ന് വെച്ചാൽ വല്ല കഞ്ഞിക്ക് വല്ല പപ്പടം അങ്ങനെ ഉണ്ടെങ്കിൽ ആൾ കഞ്ഞിയൊക്കെ കുടിച്ചോളും. പക്ഷെ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ്, നല്ല ചൂടുള്ള കഞ്ഞിയല്ലായിരുന്നു. പിന്നെ പനിയും കാര്യങ്ങളായ കാരണം ചപ്പാത്തി ഉണ്ടായിരുന്നു, പക്ഷേ ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വേഗം പിജാഷേട്ടൻ കുളിയും കഴിഞ്ഞ് വിളക്കൊക്കെ വെക്കൽ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിജാഷേട്ടന് ഞാൻ ചോറ് കൊടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോറും കടലുപ്പേരിയും മിളക് വറുത്തതും പിന്നെ പരിപ്പ് കറിയും ഒക്കെ കൂട്ടിയിട്ട് നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ചോറിനെ കാലത്ത് കൊടുത്തു. അപ്പം എന്നോട് പറയുമായിരുന്നു ചോറ് കഴിക്കണത് വീഡിയോ പിടിക്കേണ്ടാന്ന്, എന്താണെന്ന് വെച്ചാൽ കാലത്ത് തന്നെ ചോറുണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നും ചോറില്ലല്ലോ, എന്നും പലഹാരം തന്നെയല്ലേ, ഇന്നൊരു ദിവസം ചോറുണ്ടോളാൻ പറഞ്ഞിട്ടേ ഇങ്ങനെ ഞാൻ ബിജാഷേട്ടന് ചോറൊക്കെ കൊടുത്തു. ആൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് കറിയൊക്കെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ബിജാഷേട്ടന് ചോറ് കൊടുത്തതിന് ശേഷം വാവിച്ച് എണീറ്റിട്ട് പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവിച്ചിക്ക് ഗുളിയൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ ആൾക്ക് വേഗം കഞ്ഞിയൊക്കെ വിളമ്പിയിട്ട് ആവശ്യത്തിന് ഉപ്പുപൊടിയൊക്കെ ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് ചെറു ചൂട്ടോടക്കനെ അവൾക്കും കഞ്ഞിയും കടലുപ്പേരിയും പപ്പടം വറുത്തതൊക്കെ കൂട്ടിയിട്ട് കൊടുത്തു. പിന്നെ മണിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പം അങ്ങനെ വാവച്ചയ്ക്കുള്ള കഞ്ഞിയും പിജാഷേട്ടനുള്ള ചോറൊക്കെ കൊടുത്തതിന് ശേഷം വേഗം ഞാൻ പിജാഷേട്ടനുള്ള ചോറൊക്കെ ആക്കി. അപ്പോൾ ഇന്ന് ആൾ പോകുമ്പോഴേക്കും എല്ലാം ആയ കാരണം പിജാഷേട്ടൻ്റെ കയ്യിൽ തന്നെ ഞാൻ ചോറൊക്കെ കൊടുത്തയച്ചു. അപ്പോൾ അങ്ങനെ ചോറ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ കടലുപ്പേരിയും ആക്കി കൊടുത്തു. കടല ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഈ ഗ്യാസ് നിറയണ കാരണേ. അപ്പം അങ്ങനെ കടലുപ്പേരി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പപ്പടവും മുളകൊക്കെ ആക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് പിജാഷേട്ടൻ പോകുമ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ വന്ന് നിന്നു. അതിന് ശേഷം പോയി കഴിഞ്ഞപ്പോഴേ നിക്കുവിൻ്റെ കളി കണ്ടു. ചോറ് വേണ ചോറ് വേണ ചോറ് വേണ പോണത് അവന് ഇഷ്ടമല്ലേ, എപ്പോഴും ഞങ്ങളെ കാണണം. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറൊക്കെ തിളച്ച് വന്നത് ഞാൻ തിളപ്പച്ച് ഊറ്റാനുണ്ടായിരുന്നു. അത് ഊറ്റി വെച്ചു, പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ തുടച്ചു. ഇനി ഞാൻ ജോലിക്ക് പോട്ടെ കേട്ടാ.